നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രാജാവിനെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ 2 ആഴ്ച മുമ്പ് സസ്പെൻഷനിലായതിനു ശേഷം എല്ലാവരും ഒറ്റയടിക്കങ്ങ് മറന്നു കളഞ്ഞത് കഷ്ടമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറഞ്ഞു വരുന്നത് MR അജിത് കുമാറിനെ കുറിച്ചാണ്. നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടി ആനന്ദം അനുഭവിച്ചിരുന്ന MR അജിത് കുമാർ എന്ന ADGP, ഞാനത് അടിവരയിട്ട് പറയുന്നു, ഇപ്പോഴും ADGP ആണ്. DGP ആവേണ്ടതായിരുന്നു 1-ാം തീയതി. അതിനൊരാഴ്ച മുമ്പ് സസ്പെൻഷൻ കിട്ടി. ADGP സസ്പെൻഷൻ എന്ന ലേബൽ ഒട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നു. ഇപ്പോൾ DGP ആവണം എന്ന മോഹമൊന്നുമില്ല. എങ്ങനെയെങ്കിലും സസ്പെൻഷനൊക്കെ പിൻവലിച്ച് എവിടെയെങ്കിലും ഒരു മദ്യക്കടയുടെ MD പദവിയെങ്കിലും കിട്ടി സമാധാനത്തോടെ റിട്ടയർ ചെയ്യണം എന്ന മോഹം മാത്രമേ ഉള്ളൂ. ആയ കാലത്ത് ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾക്കൊക്കെ ഇപ്പോൾ ഓടി നടന്ന് അനുഭവിക്കുകയാണ്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ട് 2 ആഴ്ച പിന്നിടുന്നു. അദ്ദേഹം CATയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അപ്പീൽ കൊടുത്തു. ആദ്യത്തെ അപേക്ഷ, ഈ ഉത്തരവ് നിയമവിരുദ്ധമാണ്. ഇങ്ങനെയൊരു അന്വേഷണം തന്നെക്കുറിച്ച് നടത്താൻ തന്നേക്കാൾ ജൂനിയറായ ഒരു SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള SITക്ക് അധികാരമില്ല. തൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നതൊക്കെ തെറ്റായ കുറ്റങ്ങളാണ്. താൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേൽനോട്ടം വഹിച്ചു എന്നതിനപ്പുറത്തേക്ക് തനിക്കൊന്നിലും പങ്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും CATലിരിക്കുന്ന ജഡ്ജിമാർ പറഞ്ഞു, തൽക്കാലം ചേട്ടൻ വീട്ടിലിരിക്കൂ, ഞങ്ങൾ ഈ പണി നേരത്തെ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ CATയിലെ ഏറ്റവും പ്രമുഖയായ അഭിഭാഷകയെ തന്നെ പിടിച്ചിരിക്കുക ഗിരിജ ഗോപൻ. CATയിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി വാദിക്കുന്ന ഏറ്റവും വിലയുള്ള അഭിഭാഷകയാണ്. ഈ ഗിരിജ മാഡം വളരെ കൃത്യമായി വാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ CATക്ക് കാര്യം ബോധ്യപ്പെടുന്നില്ല. കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു ഒറ്റ കേസ് മാത്രമല്ല, വേറെയും കേസുകളുണ്ട്. രക്ഷാപ്രവർത്തന കേസിലാണ് സസ്പെൻഷൻ കിട്ടുന്നത്. നിരപരാധികളായ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രി കടന്നുപോയ വാഹനത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ ആ വാഹനത്തിൻ്റെ പിന്നാലെ വന്ന ഗൺമാൻമാർ അറഞ്ചം പുറഞ്ചം തല്ലിയ കാഴ്ച നമ്മൾ കണ്ടു. ആ തല്ലിയ വൃത്തികെട്ടവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അന്വേഷിച്ചെഴുതിയ കേസിലെ റിപ്പോർട്ടുകൾ തിരുത്തി കീഴുദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തി അവരെ ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച നിയമലംഘകനാണ് MR അജിത് കുമാർ. അതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ. പക്ഷെ തീരുന്നില്ല. നല്ല മര്യാദയ്ക്ക് പണിയെടുത്തിരുന്ന ഒരു സഹപ്രവർത്തകനെ, അദ്ദേഹവും ADGP ആണ്, P വിജയൻ, അദ്ദേഹത്തിനിട്ട് കൊടുത്തത് രാജ്യദ്രോഹം എന്ന ചാപ്പയാണ്. നോക്കണേ, തനിക്കെതിരായി വളർന്നു വരുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുക എന്ന വല്ലാത്തൊരു പ്രത്യേകതരം വികാരത്തിന്റെ പുറത്ത് P വിജയനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി സസ്പെൻഡ് ചെയ്തു. പിണറായിയുടെ ദാസനാണല്ലോ, അപ്പോൾ എന്തും ചെയ്യിപ്പിക്കാമല്ലോ. പിണറായിയെ തന്നെ ജനം തൂത്തെറിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. ഇവിടുത്തെ ജനാധിപത്യത്തിന് വിലയുണ്ട്, ജനങ്ങൾക്ക് ബോധവും ബോധ്യവുമുണ്ടെന്ന്. ആ P വിജയൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇതേ അജിത് കുമാർ ഇരുന്ന അതേ കസേരയിൽ. അവിടെയൊന്നും പക അവസാനിച്ചിട്ടില്ല. DGPയിലേക്ക് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയ ശ്രീജിത്തിനെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു. ശ്രീജിത്തിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാവോ അങ്ങനെയെല്ലാം ഉപദ്രവിച്ചു. എന്നിട്ടും ഈ അജിത് കുമാറിനെ ദൈവം പണി കൊടുത്തപ്പോൾ ശ്രീജിത്തിനെ ആ പദവി കിട്ടുകയാണ്. അതായത് അജിത് കുമാറിന് കിട്ടേണ്ട DGP പ്രൊമോഷൻ ശ്രീജിത്തിന് കിട്ടുന്നു. എന്നിട്ട് സമാധാനമില്ല. കള്ളക്കേസുകളും കള്ളപ്പരാതികളുമായി ശ്രീജിത്തിനെ ശല്യം ചെയ്ത് എങ്ങനെയെങ്കിലും മൂലയ്ക്കിരുത്താനുള്ള നീക്കം ഈ വെപ്രാളകാലത്തും നടത്തുന്നുണ്ട്. ശ്രീജിത്തിനെതിരെ വലിയ ഗൂഢാലോചന നടത്തി എങ്ങനെയെങ്കിലും ശ്രീജിത്തിനെ പുറത്തു നിർത്താൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രൊമോഷൻ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു. ഡൽഹിയിൽ പോയി AICC ആസ്ഥാനത്ത് കുറച്ചു നേരം കാത്തിരുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലും കനിഞ്ഞെങ്കിലും എന്ന് കരുതി IBയിൽ ചെന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. IB ഉദ്യോഗസ്ഥരോടെ താനൊരു പരിശുദ്ധനാണ്, നല്ലവനാണ്, തനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണേ, എന്നിട്ട് തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് IBയിൽ സ്വാധീനിക്കുന്നു. ഈ IPS എന്ന് പറയുന്ന ഒരു അലങ്കാരമുള്ളത് കൊണ്ട് ഇവരൊക്കെ ഒരേ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് പാരവയ്പും കുതികാൽ വെട്ടുമായി നടക്കുമ്പോഴും ഇവരുടെയൊക്കെ സഹായം തേടുന്നത്. ഇതൊന്നുമല്ല ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ വൃത്തികേടെല്ലാം കാട്ടി തൻ്റെ DGP പദവി ഉറപ്പിച്ച് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോവാൻ പിണറായി തമ്പുരാൻ ഇറങ്ങിപ്പോയിട്ടും അജിത് കുമാർ ആത്മവിശ്വാസത്തോടെ നടത്തിയ ചില ശ്രമങ്ങളുണ്ട്. അതിൽ ഒന്നിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ വളരെ ആദരവോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രമാണിത്. മുഖ്യമന്ത്രി തൊട്ട് പിന്നിൽ ഉടുപ്പിടാതെ അതിനേക്കാൾ കുനിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആദരവോടെ നിൽക്കുന്ന ആളാരാണെന്നറിയാമോ? ആ കഷണ്ടിക്കാരൻ, അത് MR അജിത് കുമാറാണ്. ഇത് കണ്ടാൽ നമ്മൾ എന്താ കരുതുക? MR അജിത് കുമാറിനെ കൂട്ടി മുഖ്യമന്ത്രി ഗുരുവായൂരപ്പനെ കാണാൻ പോയെന്നല്ലേ? വാസ്തവത്തിൽ ഈ ചിത്രം കമ്മികളുടെ ആദ്യം കിട്ടിയില്ല. കിട്ടിയായിരുന്നെങ്കിൽ അവിടെ പറഞ്ഞേനെ
കണ്ടോ അന്തർധാര, എം.ആർ. അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധം ഇല്ല, പറയില്ല. കാരണം അവരുടെ സ്വന്തമാണല്ലോ, പിണറായിയുടെ സ്വന്തമാണല്ലോ അജിത് കുമാർ. എന്തായാലും ഈ ചിത്രം എങ്ങനെയുണ്ടായി ഞാൻ അന്വേഷിച്ചു. ഈ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടല്ല ഇത് സംഭവിച്ചത്. മുഖ്യമന്ത്രി തൊടാൻ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ മഹാൻ. കാരണം ലൈസൺ ഓഫീസറെ സ്വാധീനിച്ച് മുഖ്യമന്ത്രിയുടെ കൃത്യമായ യാത്രാ പ്ലാൻ മനസ്സിലാക്കി മൂവ്മെന്റ് രജിസ്റ്ററൊക്കെ നോക്കി കറക്റ്റ് സമയത്ത് വന്നതാ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിയോടൊപ്പം ഒരുമിച്ച് തൊഴുത് ഗുരുവായൂരപ്പ ഈ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് മുഖ്യമന്ത്രിയുടെ കാലിൽ വീഴുകയും ചെയ്ത് രക്ഷപ്പെടുമെന്ന് കരുതി. മുഖ്യമന്ത്രി ഞെട്ടിപ്പോയി എന്നാണ് അറിയുന്നത്. ഗുരുവായൂരപ്പനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഈ നീക്കം കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നെങ്കിലും ഗുരുവായൂരപ്പന് മുമ്പിലായത് കാരണം ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് തിരിച്ചിറങ്ങിയ മുഖ്യമന്ത്രി സംസാരിക്കാനേ കൂട്ടാക്കിയില്ല. ഒന്ന് ചിരിച്ചു കാണിച്ചു, സ്ഥലം വിട്ടു. പിന്നാലെ ഓടിക്കൂടി തന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അജിത് കുമാർ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി കേട്ട ഭാവം നടിച്ചില്ല. ഇത് സംഭവിച്ചത് ജൂലൈ മാസം 12-നാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇതേ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നു. ഇനി ഞാൻ മറ്റു ചില ചിത്രങ്ങൾ കാണിക്കാം. ഈ ചിത്രത്തിൽ ഈ ലൈസൺ ഓഫീസർ ഇല്ല. കാര്യമെന്താ? മുഖ്യമന്ത്രിക്ക് മനസ്സിലായി അജിത് കുമാർ പ്രത്യേക താല്പര്യമെടുത്ത് നിയമിച്ച ആ ലൈസൺ ഓഫീസർ ഈ പണി തന്നതുകൊണ്ട് ഇനി അയാൾ അങ്ങോട്ട് അടുപ്പിച്ചേക്കരുത് എന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. അതുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെയാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനുവേണ്ടി ഗുരുവായൂരപ്പനെയും പറ്റിക്കാൻ ശ്രമിച്ചു. പക്ഷെ പണിയൊന്നും ഏറ്റില്ല. എം.ആർ. അജിത് കുമാർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കാലം ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് കണ്ടറിയുക തന്നെ വേണം. നിരവധി പ്രമുഖർ, വ്യവസായ പ്രമുഖരടക്കമുള്ളവർ അജിത് കുമാറിന് വേണ്ടി ഇപ്പോൾ ചരട് വലിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. കാരണം കേവലം ഒരു രക്ഷാപ്രവർത്തന കേസ് മാത്രമല്ല, നിരപരാധികളെ അനേകം മനുഷ്യരെ 5 വർഷം വേട്ടയാടി ആനന്ദം അനുഭവിച്ചതിൻ്റെ ശിക്ഷ ജീവിതം കൊണ്ട് തന്നെ അനുഭവിച്ച് മതിയാക്കിയേ മടങ്ങാനാവൂ.